ഈ മാസം ഡിസംബർ 23-നാണ് ഫയർമാൻ്റെ PSCയുടെ എക്സാം നടക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നടക്കാൻ പോകുന്ന ടൈമിൽ കഴിഞ്ഞ പ്രാവശ്യം മുൻ വർഷങ്ങളിൽ ഈ ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ കട്ട് ഓഫ് എത്രയെന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോണത്. അതിനു മുമ്പ് നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഫയർമാൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥികൾ പരീക്ഷയോട് കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെന്നുള്ള ഒരു വീഡിയോയും കൂടി നോക്കിയിട്ട് നമുക്കതിൻ്റെ കട്ട് ഓഫിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടത് എങ്ങനെയാണ് പറഞ്ഞത്? ഒരു ആവറേജ് ലെവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇപ്പോൾ നിങ്ങൾ എക്സസൈസ് ലീഗൽ മെട്രോളജി ഒക്കെ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. മാത്സ് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് വന്നത്. +2 ലെവൽ കോംപ്ലക്സ് നമ്പറൊക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മലയാളം കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് സിമ്പിളായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്കും എളുപ്പമായിരുന്നു. ഒരു 60-ൻ്റെ മേലെ കട്ട് ഓഫ് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏകദേശം എത്ര സ്കോർ ചെയ്തിട്ടുണ്ടാവും, അതായത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും? മാർക്കൊരു 75 റേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്ര നെഗറ്റീവ് വരുന്ന അറിയില്ല. അപ്പോൾ മലയാളം ഇംഗ്ലീഷും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളം കുറച്ച് ടൈറ്റ് ആയിരുന്നു. ഇംഗ്ലീഷ് കുഴപ്പമില്ല. ഇംഗ്ലീഷ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പ്രീവിയസ് തന്നെയാണ് ചോദിച്ചത്. GK പാർട്ടാണെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൂടി നമ്മൾ പഠിച്ച തന്നെയാണ് ചോദിച്ചത്. GK പാർട്ട് സ്പെഷ്യൽ ടോപ്പിക്കും പഠിച്ച തന്നെയാണ് വന്നത്. പിന്നെ നമ്മൾ സമയം അങ്ങനെ ടൈം ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ളത് ഈ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്നത് തന്നെയാണ്. പണ്ടത്തെ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷ എളുപ്പമുള്ളതായിരുന്നു. അതിനകത്ത് മാത്സ് ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ള വിഷയങ്ങൾ എളുപ്പമെന്ന് തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും അതുപോലെ തന്നെയാണ് വന്നത്. ഏകദേശം 61.33 എന്ന കട്ട് ഓഫാണ് കഴിഞ്ഞ പ്രാവശ്യം ഫയർമാൻ്റെ റിസൾട്ടായിട്ട് വന്നത്. അതിന് മുമ്പുള്ള 2017 റിസൾട്ട് നോക്കുകയാണെങ്കിൽ 54 ഇതിൻ്റെ കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് പലപ്പോഴും കട്ടി മാറുന്നുവെങ്കിലും ഏകദേശം 50-ന് മുകളിൽ എല്ലാ പ്രാവശ്യവും വരുന്ന ഒരു എക്സാമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലും, അതുപോലെ തന്നെ നമ്മുടെ CPOയെക്കാളും വേക്കൻസി വളരെയധികം കുറഞ്ഞ പോസ്റ്റ് ആയതുകൊണ്ട് കട്ട് ഓഫ് എപ്പോഴും കൂടിയിരിക്കാനാണ് സാധ്യത. ഫയർമാൻ്റെ സിലബസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ നിന്നും ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ചരിത്രത്തിൽ നിന്നും 5 മാർക്ക് ചോദിക്കും. ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 5 മാർക്ക്, ധനതത്വശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും 5 മാർക്ക്. എല്ലാത്തെയും പോലെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ നിന്ന് 8 മാർക്കോളമാണ് ചോദിക്കുന്നത്. പിന്നെ കേരള ഭരണ സംവിധാനം എന്ന് പറയുന്ന 3 മാർക്കിനും ചോദിക്കുന്നതാണ്. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് 4 മാർക്കിനാണ് ഉള്ളത്. ബാക്കിയുള്ള ശാസ്ത്ര വിഷയങ്ങളെക്കാളും ബയോളജിക്ക് ഇതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഭൗതികശാസ്ത്രത്തിന് 3 മാർക്കും നമ്മുടെ രസതന്ത്രത്തിന് 3 മാർക്കും, ഫിസിക്സ് കെമിസ്ട്രിക്ക് 3 മാർക്കും, ബയോളജിക്ക് 4 മാർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കല, കായികം, സാഹിത്യം, സാംസ്കാരികം ഇതെല്ലാത്തിനും കൂടി 4 മാർക്കേ ഉള്ളൂ. പിന്നെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന 10 മാർക്കിനാണ് കറണ്ട് അഫെയർ ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഗണിതം എന്ന് പറയുന്നത് 10 മാർക്കുണ്ട്. ഈ ഗണിതത്തിൽ തന്നെ ഈ 10 മാർക്കുള്ള ഗണിതത്തിൻ്റെ അത് ഗണിതവും ഉണ്ട്. അതിനോടൊപ്പം തന്നെ മാനസിക ശേഷി പരീക്ഷണത്തിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 10 മാർക്കിനുണ്ട്. മലയാളവും 10 മാർക്കിനുണ്ട്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ് സാധനം. അതെന്ന് പറയുന്നത് 20 മാർക്കിനും ചോദിക്കും.